ഡൽഹിയിലോട്ടെന്ന് കേട്ടപ്പോ തന്നെ അച്ഛൻ എന്റെ വെക്കിട്ട് കയറി. അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോയി കൈ ഇട്ടിട്ട് നീ വെറുതെ വഷളാക്കരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയോ വീട്ടിലെത്തി കേട്ടാ. ഇന്ന് ഞാൻ ഡൽഹി കണ്ട കാഴ്ചകൾ എന്റെ ചോദിക്കരുത്. ഡ്രസ്സൊക്കെ ഇങ്ങനെ കീറി അവരെ ഇട്ട് തിന്നലിട്ട് വരച്ച് എഴച്ചെന്നൊക്കെ പറയുന്നു. So I am doing this from the protest site in Jantar Mantar. In fact, we are between Jantar Mantar and Sunset. The protest march was supposed to happen in the morning at 9 a.m. It's still not happened because the Delhi... Hi guys, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം എന്നെ ഒരു രാജ്യദ്രോഹിയാക്കിയിട്ട് അവരെല്ലാവരും കൂടെ മുദ്ര കുത്തിയേക്കാം, അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ കേസുകൾ വന്നേക്കാം. കുറേ ആളുകൾ എന്നെ ഹേറ്റ് ചെയ്തേക്കാം. ചിലപ്പോൾ നാളെ മുതൽ എൻ്റെ ഈ ഒരു ചാനൽ ഇവിടെ ഉണ്ടായെന്ന് തന്നെ വരത്തില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ നിനക്ക് ചെയ്യാണ്ടിരുന്നാൽ പോരെ എന്നുള്ളത്. ശരിയാണ് ഗൈസ്, എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാണ്ടിരിക്കാം. എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഓരോ ആൾക്കാർ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ റിയാക്ഷൻ റോസ്റ്റിംഗ് എന്നൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ ഒരു സേഫ് സോണിലിരുന്നുകൊണ്ട് നമുക്ക് കുറച്ച് ഡോളേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെ നൈസായിട്ട് പോയിക്കൊണ്ടിരിക്കാം. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? രാം മന്ദിർ വിഷയം, E20 പെട്രോൾ, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന സോനം വാങ്ചുങ് നീറ്റ് എക്സാമിൻ്റെ ഇഷ്യൂവിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കാണ്ടിരിക്കുന്നത്? ഈ ഗവൺമെന്റിനെതിരെ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ആന്റി നാഷണൽ ആക്കി മാറ്റുന്ന ഒരു സ്വഭാവമാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ നാളെയൊക്കെ ചിലപ്പോൾ നമ്മുടെയൊക്കെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നേക്കും, താണ്ട് സത്യം തിരുത്തിക്കൊണ്ടെന്ന് പറയുന്ന ആന്റി നാഷണൽ ആണ്, ഇവർ രാജ്യദ്രോഹിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ പേരിൽ അങ്ങനെയൊക്കെ വന്നേക്കാം. ഓക്കെ, ആൻഡ് ഈ ഒരു വീഡിയോക്കകത്ത് അങ്ങോട്ട് നമ്മൾ ചിലപ്പോൾ ഒരു ഇത്തിരി തെരുവാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളത് വന്നേക്കാം. നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ടുകൾ ആദ്യം പ്രകടിപ്പിക്കേണ്ടത് വേറെ ആരുടെ അടുത്തുമല്ല, ഈ ഗവൺമെന്റിന്റെ അടുത്താണ്. ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളെ ഭരിച്ച് മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്തേക്ക് അതൊന്നും ആർക്കും പ്രശ്നമല്ല. ഈ ഗവൺമെന്റിനെതിരെ ഇമാതിരി വർത്താനം പറയുന്നത് ആർക്കെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണ്? സോനം വാങ്ചുക് ജന്തർ മന്ദറിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊട്ടസ്റ്റ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം. നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിനെ തുടർന്നിട്ട് എക്സാം എല്ലാം കൂടെ ക്യാൻസൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ എക്സാം ക്യാൻസൽ ചെയ്തതിനെ തുടർന്നിട്ട് എക്സാം ഒക്കെ എഴുതിയിരിക്കുന്ന എത്രയോ കുട്ടികളുണ്ടായി, എത്രയോ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികളുടെയൊക്കെ എത്രയോ വർഷത്തെ കഷ്ടപ്പാടാണ്, എത്ര രാത്രികൾ അവർ ഉറക്കം ഉളച്ചിരുന്ന് പഠിച്ചിട്ടാണ് അവരുടെ ബുദ്ധിമുട്ട്, അതിനെയൊക്കെ പട്ടി വില പുല്ല് വില കൊടുക്കുന്ന രീതിയിലാണ് ഇവന്മാർ ഇത് വന്ന് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ആരുടെ തെറ്റാണ്? ഈ ഗവൺമെന്റിന്റെ തെറ്റല്ലേ? എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ തെറ്റല്ലേ? എന്നിട്ട് ഇവർ ചെയ്തേക്കുന്ന അടുത്ത കോമഡിയാണ് ടെലഗ്രാം അങ്ങ് ബാൻ ചെയ്തേക്കുന്നത്. എൻ്റെ പൊന്നോ, നാളെ മുതൽ റോഡിൽ ആക്സിഡന്റ് നടക്കുമെന്ന് പറഞ്ഞിട്ട് റോഡും വണ്ടികളും ഇവന്മാർ ബാൻ ചെയ്യുമോ? ഇത്രയ്ക്കുള്ള വിവരം ബുദ്ധി ഇവന്മാർക്കുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. എടാ അണ്ടിമുക്ക് ശാഖയിലെ പറങ്ങാണ്ടി വാണങ്ങളെ നിനക്കൊക്കെ ഉള്ള മറുപടി മുന്നോട്ട് തരാം. ഇപ്പൊ കുറെ എണ്ണങ്ങൾ വന്ന് കമന്റ് ബോക്സിൽ വന്ന് അങ്ങ് മെഴുകും. അമ്മമാർക്ക് നിനക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾക്കുള്ള മറുപടി ഈ ഒരു വീഡിയോക്കകത്തുണ്ട്. ഓക്കെ, അതുകൊണ്ട് നീയൊക്കെ സമാധാനപ്പെടും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തിരുന്നതിനെ തുടർന്നിട്ട് ഏകദേശം ഒരു 20ഓളം വിദ്യാർത്ഥികൾ സ്വയം ജീവൻ ഒടുക്കിയിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, ഫ്യൂച്ചർ ഇന്ത്യക്ക് വേണ്ടിയിട്ട് സോനം വാങ്ചുക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിരാഹാരം കിടക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന പൊന്നുമോനാണെങ്കിൽ രാജിവെക്കാൻ വേണ്ടിയിട്ട്. ഇത് പറയുമ്പോഴും നമ്മൾ ഫിസിക്കലി അവിടെ അല്ലെങ്കിൽ പോലും മെന്റലി നമ്മൾ ആ മനുഷ്യന്റെ ഒപ്പമാണ്, ആ പ്രൊട്ടസ്റ്റിന്റെ ഒപ്പം തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിന്റെ നമ്മൾ എന്തിനാണ് ആ ഒരു മനുഷ്യന്റെ ഒപ്പം നിൽക്കേണ്ടത്? നമ്മൾ എന്തുകൊണ്ട് ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കണം? ഈ നടക്കുന്ന അനീതിക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടി തന്നെയാണ്. ഏതെങ്കിലും നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പാടോ ഒന്നും നിങ്ങൾ നോക്കണമെന്നില്ല. ഇവര് നാളത്തെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? ആ ഡോക്ടേഴ്സ് നമ്മളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ലേ? കാലിനെ പേടിച്ച് ഒളിച്ചു കഴിയുന്ന കുറെ മുതുക്കുകൾ ഇവിടെ ഭരണത്തിൽ കയറി നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്മാരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഓരോ പരിപാടികൾ കാണിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവന്മാർ വടിയാവും. കാലിനെ പേടിച്ച് ഒളിച്ച് ഇരിക്കുകയല്ലേ? എപ്പോഴേലും വന്ന കാലം തപ്പി എടുത്തിട്ട് ഇവന്മാർ വടിയാവുമ്പോഴത്തേക്കിന് പിന്നെ ഇവിടെ ജീവിക്കേണ്ട ആരാണ്? നമ്മളാണ്, അല്ലേ? അപ്പൊ ഫ്യൂച്ചർ ഇന്ത്യനെ നശിപ്പിക്കുകയല്ലേ ഇവന്മാർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഫ്യൂച്ചറിന് എന്ത് വിലയാണ് ഇവന്മാർ തരുന്നത്? അല്ലേ? ഇമ്മാതിരി ഊമ്പിത്തരം കാണിച്ചിട്ട് ഇവന്മാർ വന്നിട്ട് പറയാണ് 1 കോടി രൂപ കൊടുക്കാന്ന്. എൻ്റെ പൊന്നോ, ഓരോരുത്തർക്ക് 1 കോടി രൂപ കൊടുത്ത് അങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഇനി ഈ ഒരു വിഷയത്തിലാണെങ്കിൽ നമ്മുടെ പ്രകാശ് രാജ് പിന്നീട് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഹനുമാൻ കൈൻഡ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഋത്തിക് റോഷൻ ഇതിനകത്ത് തൻ്റെ പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് വളരെ നട്ടലുള്ള കുറച്ച് സെലിബ്രിറ്റീസ് മാത്രം വന്ന് ബാക്കിയുള്ള നട്ടലുള്ള ഒരുത്തിയെ നമുക്കിവിടെ കാണാൻ പറ്റത്തില്ല. അതാണ് കാരണം, ആന്റി നാഷണലായി പോവല്ലോ, അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയാം. ഈ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല, എന്നെ ചിലപ്പോൾ ഒരു ആന്റി നാഷണലായിട്ട് ചിത്രീകരിച്ചേക്കാം. എങ്കിലും കുഴപ്പമില്ല, ഞാൻ പറയുകയാണ്, ഐ ലവ് മൈ കൺട്രി. ഞാൻ എൻ്റെ ഇന്ത്യയെ വളരെയേറെ സ്നേഹിക്കുന്നു. ഞാനൊരു പാട്രിയോട്ടാണ്. അതുകൊണ്ട് തന്നെ പറയാണ്, നമ്മുടെ രാജ്യം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്. ആ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ പേരാണ് BJP. BJP എന്ന് പറയുന്നത് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ്, അല്ലേ?
അല്ലെങ്കിൽ എന്ത് മാങ്ങാത്തുലിയാണ് ഇവന്മാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിനകത്തെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടെററിസ്റ്റ് ഗ്രൂപ്പാണ്, അല്ലേ? അവന്മാര് നമ്മുടെ ശത്രുക്കൾ തന്നെയാണ് എന്നേ ഞാൻ പറയുകയുള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഇവന്മാര് എന്ത് മാങ്ങാത്തൊലിയാണ് ചെയ്തത്? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മീഡിയാസ്, കുറെ മോദി മീഡിയാസ് ഉണ്ടല്ലോ, എൻ്റെ പൊന്നു, മോദി ഭക്തരായിട്ടുള്ള കുറെ മീഡിയാസ് ഉണ്ട്, ഒന്നും മിണ്ടൂല. ഇവിടെ വിദേശത്തു നിന്ന് ഫോറിൻ മീഡിയാസ് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് പോകുന്നത്. ആൻഡ് ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ന്യൂസ് ചാനൽസിനേക്കാൾ കൂടുതൽ ആൾക്കാർ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള വാർത്തകൾ അറിയുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയാണ്. വാവ് അടിപൊളി. അപ്പം എന്നാ മൂഞ്ചാനാണ് ഇവിടുത്തെ കുറെ ന്യൂസ് ചാനൽസ്, മോദി മീഡിയാസ്, മോദിക്ക് വേണ്ടിയിട്ട്, മോദിനെ പ്രൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയാസാ ഇത് പറയുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെ 1.5 വർഷം തകർത്തതിന്റെ കഥ വേറെ ഉണ്ട്. അത് നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ഓക്കെ, ഇനി നമ്മുടെ നാട്ടിൽ ഒരു സയന്റിസ്റ്റിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി നിങ്ങൾ കണ്ടോ? പോലീസുകാരെ വന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. എന്നാൽ ഒരു റേപ്പിസ്റ്റിനെ പൂമാലയിട്ടാണ് നമ്മുടെ രാജ്യത്ത് സ്വീകരിക്കുന്നത്. വാട്ട് എ ഡെമോക്രാറ്റിക് കൺട്രി അല്ലേ? നമ്മുടെ രാജ്യത്തിന് അപമാനം ഉണ്ടാക്കല്ലേ ഇവന്മാരെല്ലാവരും കൂടെ ചെയ്യുന്നത്, അല്ലേ? പിന്നെ സോനം വാങ്ചുവിന്റെ കാര്യത്തിൽ ഒരു കാര്യമുണ്ട്, കോടതിയിൽ നിന്ന് ഇത്തരത്തിൽ ആ മനുഷ്യന് ജീവൻ നഷ്ടപ്പെടാനെ കൊണ്ട് ഒരിക്കലും നമ്മുടെ നിയമം സംവിധാനം അനുവദിക്കില്ല. ഒരാൾക്ക് നിരാഹാരം കിടക്കാനെ കൊണ്ടുള്ള അവകാശമുണ്ട്, എന്നാൽ അങ്ങനെ കിടന്നുകൊണ്ട് സ്വയം ജീവൻ ഇല്ലാണ്ടാവാനെ കൊണ്ടുള്ള അവകാശം നമ്മുടെ നാട്ടില്ല. അങ്ങനെ ഒരു സീനുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അമീർ ഖാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ 3 Idiots എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് സോനം വാങ്ചുങ് ആ മനുഷ്യന്റെ ജീവിതത്തെ ഇൻസ്പിറേഷൻ ആക്കി എടുത്തിട്ടൊക്കെ തന്നെയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അമീർ ഖാൻ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നിരസിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ അണ്ടിമുക്ക് ശാഖല ടീംസ് പറയുന്നുണ്ട്, കണ്ടില്ലേ, അല്ലെങ്കിൽ ഫ്രോഡുകളെ ഒന്നും ഇവരാരും സപ്പോർട്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അണ്ടിമുക്ക് ശാഖയിലെ കുറെ ടീംസ് വന്നിട്ട് ഭയങ്കര ഘോര ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത്. പിന്നെ ഇവന്മാര് പറയുന്ന അടുത്തൊരു സാധനം എന്ന് വെച്ചാൽ, ഒരു ലേഡിയുടെ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന ഒരു കമന്റ് ആണ്, ഒന്ന് പോകച്ചേ അവിടെ വിളിക്കുന്ന മുദ്രാവാക്യം RSSനെതിരെ, പാടുന്ന പാട്ട് ബസ് നാം രഹേഗ അള്ളാക്കി ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. ഇവന്മാർ എന്നിട്ട് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മനുഷ്യൻ ജീവൻ നഷ്ടപ്പെട്ടു പോട്ടെ, ആ മനുഷ്യൻ അങ്ങനെ ഇല്ലാതാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യനെതിരെ പറയുന്ന കുറെ സംഭവങ്ങൾ കേൾക്കാൻ പറ്റും. എടാ മൈത്താണ്ടികളെ, നമുക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ പോയിട്ട് അവിടെ നിരാഹാരം കിടക്കുന്നത്. പിന്നെ RSSനെതിരെയും BJPക്കെതിരെയും റിലീജിയസ് ആയിട്ട് കുറെ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്കിന് അതിനെ മിസ്യൂസ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന പല ഗ്രൂപ്പുകളും ഓരോ കാര്യങ്ങളിലൊക്കെ ഇത്തരത്തിൽ വരാറുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? ആ മനുഷ്യൻ ഉന്നയിക്കുന്ന കാര്യം എന്താണ്? പിന്നെ RSSനെതിരെ BJPക്കെതിരെ പറഞ്ഞെന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? RSS BJP അല്ലേ? ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്യുന്നത് ആരാണ്? ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആരാണ്? അല്ലേ? ഇവിടെ പള്ളി പൊളിച്ച് അമ്പലം പണിയണമെന്ന് പറയുന്നത് ആരാണ്? അങ്ങനെ ചെയ്യുന്നത് ആരാണ്? ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടില് സമാധാന ക്രമക്കേടുകൾ ഉണ്ടാക്കുന്നത് ആരാണ്? അങ്ങനെ നോക്കുമ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്രൂപ്പ് അല്ലേ, ഈ BJP RSS അല്ലേ ഇവരുണ്ടാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അതായത് ബ്രിട്ടീഷുകാരിൽ നിന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അടുത്തൊരു സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വിദേശത്ത് കറങ്ങി നടക്കാണ്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്തേക്ക് കറങ്ങി നടക്കാൻ പറ്റിയ ടൈമാണ്. ആ ടൈം വളരെ പ്രധാനമാണ്. ഓക്കെ, ഇനി ഭയങ്കര പീസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ആണെങ്കിൽ ടിയർ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഇവര് ഈ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ, ഈ പ്രൊട്ടസ്റ്റിൽ വന്നിരിക്കുന്ന ആൾക്കാരെയൊക്കെ ആണെങ്കിൽ ഇവന്മാരെ തല്ലി ഓടിക്കാൻ ശ്രമിക്കുകയാണ്. സൂപ്പർ അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തൻ്റെ വീഡിയോ ഉണ്ട്, അതിങ്ങോട്ട് വെക്കാൻ പറ്റത്തില്ല. കാര്യം ഇങ്ങനെ ഇതിൻ്റെ അകത്ത് സംഭവം കാണിക്കുന്നുണ്ട്. കാര്യം ഈ ഒരു വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് മുന്നേ തന്നെ കമ്മ്യൂണിറ്റി വയലേഷൻ അടിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പോയെന്ന് വന്നേക്കാം. അതിനകത്ത് അവൻ പറയുന്നുണ്ട്, ഗോലി മാരോ മോദിജി, ഗോലി മാരോ പറയുന്നുണ്ട്. ഇതിലും ഭേദം അതാണ്. അങ്ങനെ ഗോലി മാരോ, എല്ലാവരെയും ഇങ്ങനെ മെഷീൻ കണ്ട് വെച്ചിട്ട് ടക്കട്ടക്കട്ടക്കട്ടക്കാന്ന് ഇല്ലാണ്ടാക്ക്, പ്രശ്നം തരുള്ളൂ. അതാകുമ്പോൾ ഒരുത്തനും മിണ്ടത്തില്ല. സൂപ്പർ. പിന്നെ സോനം വാങ്ചുക്കിനെ ചൈനീസ് ഏജന്റ് എന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാര്യം കൂടെ നമുക്ക് മുന്നോട്ട് സംസാരിക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അല്ലെ, അതായത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇനി എന്താണ് ഡെമോക്രസി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓരോ പൗരനും രാജ്യഭരണത്തിൽ പങ്കാളിത്തവും തുല്യ അവകാശങ്ങളുമുള്ള ഒരു ഭരണ സംവിധാനത്തെയാണ് ഡെമോക്രാറ്റിക് കൺട്രി അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. ഓരോ പൗരനും രാജ്യഭരണത്തിൽ പങ്കാളിത്തവും തുല്യ അവകാശങ്ങളും.
നമുക്കെവിടെയാണ് പങ്കാളിത്തവും തുല്യ അവകാശങ്ങളും ഇവരുടെ ഈ ഭരണത്തിന് കീഴിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇവർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് നമ്മൾ ആന്റി നാഷണലായി. എവിടെ ഡെമോക്രസി? എവിടെ? വേർ ദ ഫക്ക് ഈസ് ഡെമോക്രസി? എനിക്ക് മനസ്സിലാവണമെന്നില്ല. വാവ്, നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രി ആണെന്ന്. ഇവന്മാരുടെ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏകാധിപത്യം അല്ലേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുന്നേ, അതായത് നമ്മുടെ ഫസ്റ്റ് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേ ഉള്ള ചില സംഭവ വികാസങ്ങളുണ്ടായിരുന്നു. അപ്പം ആ സെയിം സാധനം തന്നെയാണ് ഇപ്പം ഈ 2026 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം അന്ന് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്തേക്ക് ചില ടീംസ് ഉണ്ടായിരുന്നു, ഇവിടെ ബ്രിട്ടീഷുകാരുടെ ഞങ്ങൾ മാമാന്റെ ഷൂ ഞങ്ങൾ നക്കി തരാവേ, ഷൂ നക്കി തന്നിട്ട് ഞങ്ങൾ മാമന്റെ കൂടെ നിന്നോളാവേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷൂ നക്കി കൊടുക്കുന്ന ചില ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അവന്മാരാണ് ഇപ്പൊ രാജ്യത്തിന്റെ എന്താ പറയാ സ്വാതന്ത്ര്യ സമരത്തിൽ ഭയങ്കര പോരാടി എന്ന് പറഞ്ഞുകൊണ്ട് അവന്മാരെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. എന്നാ കോമഡിയാ. അല്ലെങ്കിൽ ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരു മങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷെ ഒരു സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഇന്നിപ്പോൾ എന്താ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആ ഷൂ നക്കികളുടെ കൂട്ടുള്ള പരിപാടികളാണ് കുറേ എണ്ണങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചെഗുവേര പറഞ്ഞേക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മുടെ മുന്നിൽ ഒരു തെറ്റ് കാണുന്ന സമയത്തേക്ക് അത് തെറ്റാണ് എന്ന് പറയാനെ കൊണ്ട് നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലേവറിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏറ്റവും അങ്ങേ അറ്റത്തുള്ള ഒരു അവസ്ഥയിലാണെന്നുള്ളതാണ്. ഓക്കെ, സംഘികളായിട്ടുള്ള ആൾക്കാർ, നിനക്കൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീയൊക്കെ അതിനെതിരെ സംസാരിക്കുമ്പോൾ നീ എന്തോ ആയിക്കോട്ടെ, നീയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ടാണ് ആ മനുഷ്യൻ അവിടെ പോയി കിടന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട്. നാളെ നിനക്കൊക്കെ കല്യാണം കഴിച്ച് നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാകുമ്പോഴത്തേക്കിന് ആ മക്കൾക്ക് നാളെ കൃത്യമായിട്ടുള്ള ചികിത്സ കാര്യങ്ങൾ കിട്ടണമെങ്കിൽ ഇവർ പോയിട്ട് ഡോക്ടർ ആവണം, ഈ എക്സാം എഴുതി പാസ്സായി അവർ ഡോക്ടർ ആവണം. ഇല്ലാതെ നിനക്ക് എന്ത് മറ്റേ ഓം ഗ്രീൻ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ട് ചാണകം മെഴുകി നീ തളിക്കും എല്ലാത്തിൻ്റെ ദേഹത്ത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അർജുൻ MP പിന്നെ രഞ്ജിനി ഹരിദാസ് അങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഇവിടുന്ന് പ്രൊട്ടസ്റ്റിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ MPയുടെ രഞ്ജിനി ഹരിദാസിന്റെ ഒക്കെ വീഡിയോസ് നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് അർജുൻ MP ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഫസ്റ്റ് അത് കാണാം. ഞാൻ അതിരാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്തു, ഞാൻ ഇപ്പൊ എയർപോർട്ടിൽ വന്ന് ഞാൻ അച്ഛനും അമ്മേനെയൊക്കെ പാതിരാത്രി വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ ഡൽഹിയിലോട്ട് പോകണമെന്ന്. ഡൽഹിയിലോട്ടെന്ന് കേട്ടപ്പോ തന്നെ അച്ഛൻ എന്റെ വെക്കിട്ട് കയറി, അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും പോയി കഴിഞ്ഞിട്ട് നീ വെറുതെ വഷളാക്കരുത് ഇതാക്കരുത് പറഞ്ഞു. ചുമ്മാ വേണ്ടാത്ത കാര്യം മൊത്തം ആൾക്കാർ അങ്ങനെ കേട്ടപ്പോ പിന്നെ ഞാൻ ഡബിൾ ഡൗൺ. ഐ എം ഗോണ ഗോ ടു ഡൽഹി നൗ. എന്ന് വെച്ചാൽ വി ആർ നോട്ട് ലിവിംഗ് ഇൻ എ ഡിക്റ്റേറ്റർഷിപ്പ്. അപ്പൊ അച്ഛൻ അങ്ങനത്തെ ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ ഗവൺമെന്റും ഇറ്റ്സ് ഓൾ ആസ്. ഓക്കെ, അതുകൊണ്ട് ഐ എം ഗോയിങ് ടു സപ്പോർട്ട്, ഐ എം ഗോണ ഷോ മൈ സപ്പോർട്ട് ബൈ ജോയിനിങ് ദ പ്രൊട്ടസ്റ്റ്. അപ്പം ഇപ്പൊ ഡൽഹി എത്തിയിട്ടില്ല, ഇപ്പൊ കൊച്ചിയിലാണ്. അടുത്ത 3-4 മണിക്കൂർ ഡൽഹിയിലായിരിക്കും. വല്ല ലാത്തി അടി കൊണ്ട് തിരിച്ച് വീട്ടിൽ വരാം. കേരളത്തിൽ കിടക്കുന്ന ഞാൻ ഈ ഡൽഹി വരെ പോയിട്ട് അടി കൊള്ളുന്നു ഓർക്കുമ്പോഴാ. I'm down. Let's go. I don't want to regret it later. So I'm gonna go. There's nobody gonna stop me. Like 30,000 ഈ ഒരു ദിവസം കൊണ്ട് ഇതിനു വേണ്ടി മുടക്കാൻ പോകുന്നത്, ഞാൻ പോയി വരില്ല. He said nobody gonna stop him. പക്ഷേ അവിടെ ചെന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന്മാർ കാണിച്ചിരിക്കുന്ന മറ്റു ചില പരിപാടികളുണ്ടായിരുന്നു. തല്ലി ചതയ്ക്കുന്നു എല്ലാവരുടെയും. കുറെ ആൾക്കാരുടെയൊക്കെ ഇവിടുന്നൊക്കെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോവാണ് ഇവന്മാരെ അടിച്ചിട്ടേ. ചില വാക്കുകളൊന്നും നമുക്കിവിടെ പറയാൻ പറ്റത്തില്ല, അത്രയും ഭീകരമാണ് അവന്മാരവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നത്തിങ് ഗോണ സ്റ്റോപ്പ് മീ എന്ന് പറയുമ്പോഴും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെയ്യണം. കാരണം ഷൂ നക്കികളല്ലേ, അവർക്ക് അതല്ലേ അറിയുകയുള്ളൂ. ഇനി അർജുൻ MP പോയിട്ട് വന്നിട്ട് ഇട്ടേക്കുന്ന വീഡിയോ നമുക്ക് കാണാം. എങ്ങനെയോ വീട്ടിലെത്തി കേട്ടാ. ഇന്ന് ഞാൻ ഡൽഹി കണ്ട കാഴ്ചകൾ എൻ്റെ ചോദിക്കരുത്. ഞാൻ 9 മണി രാവിലെ അവിടെ എത്തി. എന്നിട്ട് ഒരു മെട്രോയിൽ നിന്ന് ടിക്കറ്റും എടുത്ത് ഞാൻ ജന്തർ മന്ദറിന്റെ മെട്രോ സ്റ്റോപ്പിൽ അടുത്ത് ഇറങ്ങാന്നും പറഞ്ഞ. പക്ഷെ അവരാണെങ്കിൽ ഒരു 4-5 മെട്രോ സ്റ്റേഷനൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊന്നും പോയി ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ഏതെങ്കിലും ദൂരെ മാറി ഒരു മെട്രോ സ്റ്റോപ്പിൽ ഇറങ്ങി, അവിടെ ഒടുക്കത്തെ ജനക്കൂട്ടം. അവരുടെ കൂടെ പിന്നെ ഞാനും നടന്നേച്ചു. എനിക്ക് വഴി അറിയത്തില്ല. അപ്പൊ അവര് പോകുന്ന വഴി ഞാനും പോയി. അവസാനം ഈ ജന്തർ മന്ദറിന്റെയൊക്കെ അടുത്തെത്താറായപ്പോ ഒരു ചേച്ചിന്റെ അടുത്തിട്ട് വന്ന് പറയുവാണ്, അവരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ കീറി അവരെ ഇട്ട് തിന്നലിട്ട് വരച്ച് എഴച്ചെന്നൊക്കെ പറയുന്നു. അത് കേട്ട് വേറൊരു പയ്യൻ വന്നിട്ട് വീഡിയോ കാണിച്ചത് കേട്ടിട്ട് എനിക്ക് തന്നെ എന്തോണ കയ്പ്. തലയൊക്കെ പൊട്ടിച്ചടിച്ചിട്ട് ഞാൻ ഇത്ര മെനക്കെട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഫുൾ എത്ര ദൂരം വരെ പോകാൻ പറ്റും അത്ര ദൂരം വരെ പോകുമെന്നും പറഞ്ഞ ആ ക്രൗഡിന്റെ കൂടെ തന്നെ നടന്നു തുടങ്ങിയതാ. കുറച്ചേറെ കഴിഞ്ഞപ്പോ ഒട്ടുക്കത്ത ആൾക്കാർ എന്ന് വെച്ചാൽ തിങ്ങിക്കൂടി നിൽക്കുക. ഞാൻ അവിടെ അവര് പുള്ളി ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, ബാരിക്കേഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മ ഒട്ടും അകത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ നെറ്റ്വർക്കും കോൾസും ഒന്നും വർക്ക് ചെയ്യാതെ ഫുൾ ജാമർ ഇട്ട് വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ വളരെ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ല, ആൾക്കാർക്കൊന്നും അറിയത്തില്ല എന്താ നടക്കുന്നതൊന്നും. ഞാൻ പിന്നെ ദൈവമേ ഏകദേശം ഒരു
5-6 മണിക്കൂർ ഉണ്ടായിരുന്നു ഞാൻ അവിടെ. വൈകുന്നേരം ആയപ്പോ അവര് ചന്നം പിന്നെ വിട്ട് പിള്ളേരായിട്ട് അടിയോടടി തലക്കിട്ടൊക്കെ വീശി അടിക്കും അറിഞ്ഞോണ്ട്. അമ്മമാർക്ക് എന്തൊക്കെ I don't know man what these guys are thinking man. They really wanna sort of do damage. വെറുതെ ആൾക്കാരെ നീട്ടി കളയാൻ അല്ലെ പേടിപ്പിച്ചു വിടാവുന്നതല്ല. They really wanna do damage. നെയിം പ്ലേറ്റ് ഒന്നും ഇല്ലായിരുന്നു അവരുടെ. അത് ഞാൻ രാവിലെ കണ്ടതാ. ഞാൻ പോകുന്ന വഴിയൊക്കെ അവരെ കണ്ട. നെയിം പ്ലേറ്റ് ഒന്നും ഇവർക്കില്ല. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കും. എനിക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം ഇനിയും പ്രൊട്ടസ്റ്റ് വന്നാൽ ഞാൻ പോകും. ഇനിയല്ല ഇങ്ങനെ തോന്നി കണക്കിട്ട് പട്ടിണി കണക്ക് തല്ലാന്ന് നമ്മൾ സമ്മതിക്കത്തില്ല. നെക്സ്റ്റ് പ്രൊട്ടസ്റ്റ് ആട്ടെ, അപ്പൊ അതിനും പോവാം. പക്ഷെ എന്നാലും ഇറ്റ്സ് റിയലി സാഡ് മാൻ ടു ബി ഓണസ്റ്റ്. നെയിം പ്ലേറ്റ് പോലും ഇല്ല. അപ്പൊ അവന്മാർ ഇപ്പൊ പറഞ്ഞു കേട്ടില്ലേ, അതായത് പേടിപ്പിച്ചുവിടുക എന്നുള്ളതല്ല, ഡാമേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആൾക്കാരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങോട്ട് വന്നേക്കുന്ന ആക്ഷൻസിന് അങ്ങോട്ട് റിയാക്ഷൻസും കുറച്ച് പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാക്കിയിട്ട കുറെ തന്തയില്ലാത്തവന്മാരും അതുപോലെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും തന്തയില്ലാത്തവനോ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? ഗൈസ്, അതൊരു തെറ്റല്ല. തന്തയ്ക്ക് വിളിക്കുന്ന ഒരു തെറ്റല്ല എന്നുള്ളത് നമ്മുടെ ഏതോ ഒരു കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം അതിലുണ്ടായിരുന്നു. കുറെ നാൾ മുന്നേ കണ്ടതാണ്. ഞാൻ ഇൻസ്റ്റയിൽ എവിടെയോ സംഭവം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്തയില്ലായ്മ കാണിക്കുന്ന ഭരണാധികാരികളെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എടുത്ത് കളയേണ്ടതാണ്. കാരണം നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ ടാക്സ് അടച്ച പൈസയ്ക്കാണ് ഇവർക്ക് ശമ്പളം കിട്ടുന്നത് അല്ലേ? അപ്പം നമുക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാൻ നമ്മൾ തെരഞ്ഞു വിട്ടേക്കുന്ന ഈ പൊന്നുമക്കളെ കൃത്യമായിട്ട് പണിയെടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? രാജിവെച്ച് പുറത്തു പോകണം. അത് നമ്മൾ പറയും. അതിന് നമ്മുടെ ശബ്ദം നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ സ്വാതന്ത്ര്യ സമരമാണ്. 1947 ശേഷമുള്ള അടുത്ത സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഇത്. നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? നമുക്ക് വേണം. ഇനി അടുത്ത രഞ്ജിനി ഹരിദാസിന്റെ വീട്ടിലോട്ട് പോവാം. Hey guys, so I am doing this from the protest site in Jantar Mantar. In fact, we are between Jantar Mantar and Sunset. The protest march was supposed to happen in the morning at 9 a.m. It's still not happened because the Delhi police have barricaded off every area possible. They have made it absolutely impossible for this march to happen, and everyone who's managing to get out of the barricades is being tear gassed and lathi charged, and there have been so many casualties. Like, it's been terrible. And right now what's happened is, initially we managed to get inside this area, next to the truck and in front, almost close to the barricade, the first barricade. Now they've blocked off the back area and every other area, so no one is allowed to come in, and everyone is being tear gassed and lathi charged from all sides outside. So we've been kind of locked into the protest. We can go out, but no one can come in, and if anybody chooses to stay in, there is no provision of water, there is literally nothing being done. They kind of വാവ്, അവന്മാർ എത്ര മനോഹരമായിട്ടാണ് ഈ തന്തയില്ലായ്മത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ പീസ്ഫുള്ളായിട്ട് പൊക്കോണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവന്മാരെ ഉണ്ടാക്കുന്ന വയലൻസ് ആണിത്. ഈ ഭരണാധികാരികളെ ഇമാതിരി ഊമ്പിത്തരങ്ങൾ വന്ന് കാണിക്കുന്നതിനൊന്നും പ്രശ്നമില്ല. എടാ, ഒന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. അതായത് ഒരു നീറ്റ് എക്സാം അല്ലെങ്കിൽ നീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയതിന് ഇവന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ടെലഗ്രാം അങ്ങ് ബാൻസ്. അതുകൊണ്ട് വേറെ ആർക്കും VPN ഇടാൻ അറിയത്തില്ല, അല്ലെങ്കിൽ വേറെ പ്ലാറ്റ്ഫോംസ് ഇല്ല. എടാ, ഇത്രയും ബുദ്ധിയുള്ള വിവരമുള്ള ഒരു ഗവൺമെന്റിനെ നമുക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം അല്ലേ? എത്ര ബാക്കി കേൾക്കാം. kind of suffocate us here, and that's what I feel. Make us tired, and I think a lot of people who are watching us real time, they don't know that there's a truck there on which there's Mrs. Wangshu and Prakash Raj and other people. A lot of volunteers. And yeah, a lot of volunteers, and we are right behind it. And the thing is that we're trying to get this truck to Sunset. And they are not letting us. There are barricades. आगे भी police है, पीछे भी police है, हर जगह police है. And they're trying to tire us out. So just joined us like 2 hours ago. She got his water and everything. And that water just went in a second. It was over. And how difficult is it to get water, Sajja? You were the one who went and saw this. Actually, I had to convince some of the police officers there, and like I had to tell them, if I'm going out, you need to let me in. Yeah. Only then I'm going. So then I didn't know what the expression was. Were they mocking me, or were They were mocking you. They were seriously going to let me in. Yeah. So then I was like, anyways, chalo, let's take a risk and go and get the water. But it just. അങ്ങനെ അവന്മാർ റൂഡായിട്ടുള്ളൊരു ഫേസാണ് വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ അവന്മാർക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞാൽ ഷൂ നക്കിയായിട്ടുള്ള ടീംസ് ആയിരിക്കും. അപ്പം അവന്മാർക്കൊക്കെ എന്താണ് ഒന്നിലധികം തന്തമാരുണ്ടാവും പോകുന്നതിൻ്റെ പ്രശ്നമാണ് ഇങ്ങനെ വന്നിട്ട് ഒരു നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഇത് അവർ വന്നിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്ത് പ്രശ്നം തോന്നിയത്. എടാ, ഇവന്മാർ റൂഡായിട്ടൊക്കെ നിൽക്കുന്നതിൻ്റെയൊക്കെ ഇവന്മാരുടെ മക്കൾ ഇതുപോലെ നാളെ വളർന്നു വരുമ്പോഴത്തേക്കിന്, അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ഇതുപോലെ ഇവിടെ ഒരു ചികിത്സകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ
എടാ ഞാൻ നേരത്തെ ഈ ചാണകം തെളിക്കും അല്ലെങ്കിൽ ഗോമൂത്രം തെളിക്കും കുറേ എണ്ണങ്ങളെ ഞാൻ വേറൊരുത്തൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിറോസ് ചുട്ടിപ്പാറ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ, അതായത് ഒരു ബീഫ് ഫുള്ളായിട്ട് നിന്ന് റോസ്റ്റ് ചെയ്യുന്ന എന്തൊരു സംഭവമാണ്. അപ്പം അതിൻ്റെ അടുത്ത് നോർത്ത് ഇന്ത്യൻ പുണ്ട എടുത്തുകൊണ്ട് പോയിട്ടാണെങ്കിൽ ഓടോ നമ്മുടെ ഗോമാതാവിനെ ചെയ്തിട്ടില്ല, ഹിന്ദിയിലാണ് ഇത് പറഞ്ഞത്, ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഗോമാതാവിനെ തൊട്ട് തൊഴുന്നു ഇങ്ങനെ കാണിക്കുന്നതൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനൊക്കെ എന്ത് വെളിവുണ്ടാ. കുട്ടികൾക്ക് കുടിക്കേണ്ടുന്ന പാല് അതിനകത്ത് വെള്ളം ചേർത്ത് ഇവന്മാർ അവിടെ കൊടുക്കും. എന്നാൽ ആ പാൽ ഇവന്മാർ നദിയിൽ വെറുതെ ഒഴുക്കിക്കളയും. എന്നിട്ട് പൊറോട്ട ചാണകത്തിൽ മുക്കി തിന്നുന്ന ചില വിഷ്വൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഞാൻ മുമ്പ് പണ്ട് ഏതോ ഒരു വീഡിയോക്കകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ എണ്ണങ്ങൾ. I think the police officers here, they're helpless. Yeah, they're helpless, and if they're giving us a word, they're keeping it. Yeah. हमें सुबह जब उन्होंने रास्ता बताया, तो सही रास्ता बताया. As long as we are nice and polite to them, they are nice and polite to us. But the rapid action force. But I should say thank you to the weather here, even if the government is not. The gods are. The government is not with us, the gods are. Because the weather is keeping us cool right now, all of us. Pani, drought, the water has come. Some Little bit. One bottle of water. A little of water. Yeah, so but basically what I'm trying to say is that they're trying to like suffocate us, make us run out of patience, scare us by beating women and kids and like everyone. And a lot of people kind of have lost hope, you know, and that's what they're trying to do. And the volunteers here and CJP and everyone, what they're trying to do is to not let them lose hope. And they say, you know, stick on, stay on, this is going to happen, you can't give up, because that's what they're trying to do. And ഉമ്മാർ ഈ ഊമ്പത്തരം മൊത്തം കാണിച്ചിട്ട് വീണ്ടും നമ്മളിതിനെതിരെ സംസാരിക്കരുത്, നമ്മളിതിനെതിരെ പ്രതികരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹോപ്പെല്ലാം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലായിടത്തും ഇത് ആളുകൾ സംസാരിക്കണം അല്ലേ. സോഷ്യൽ മീഡിയ എന്ന് പറയാൻ നമ്മുടെ ഒരു വെപ്പണായിട്ട് ഇതിനെ ഈ സമയങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കണം. കാരണം ഇവിടുത്തെ മോദി മീഡിയാസിന് പേടിയാണ്. സംസാരിക്കാൻ പറ്റുമോ? doing it in the most peaceful manner, yeah. Like, of course there'll be a little fight here and there, a little argument. It happens when you have a lakh odd people coming together. But the spirit is really alive. The spirit is great. To see the youngsters of today do this is so impressive. And I can't for the life of me understand why this present government is not willing to have a dialogue. That's all these guys want. Take accountability, have a dialogue. And ഇങ്ങനെ അക്കൗണ്ടബിലിറ്റി അവരുടെ അടുത്ത് ചോദിക്കരുത്. ഗൈസ്, നിങ്ങൾ എത്ര പേര് കാണുന്നുള്ളത്? ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നീറ്റ് റോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. മാറി ഇതുപോലെയാണ്. നാളെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നേരെ റോഡ് ബ്ലോക്ക് ചെയ്യുമോ, എന്നിട്ട് വണ്ടികൾ ബ്ലോക്ക് ചെയ്യുമോ? കാര്യം ആക്സിഡന്റ് ആവാൻ കാരണം എന്താണ്? വണ്ടികളാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറി ചെയ്യുമോ? കാര്യം ഇതിന്റെ പ്രശ്നമായിട്ട് ഇമാര് പറയുന്നത് ഇന്ന് ടെലഗ്രാമിന്റെ പ്രശ്നമാണെന്നുള്ളതാണ്. അമ്മരുടെ പ്രശ്നമല്ല, ടെലഗ്രാമിൽ കൂടെ പോയുണ്ട്. അതുകൊണ്ട് ടെലഗ്രാം കുറച്ച് ദിവസത്തേക്ക് ബാൻ ചെയ്ത് പോയി വല്ല വാഴയ്ക്കും തടവെടുക്കടോ, പണിയെടുക്കാൻ അറിയത്തില്ല കുറെ എണ്ണങ്ങൾ. their basic demands were, I think one was, of course, that the resignation of the education minister. One was, what was the other one? Compensation for the people who lost their children. 1 crore rupees compensation. And there was one more that they said that I can't remember. Sonam Wangchuk se baat kare. Go have a conversation. And how difficult is to have a conversation? Yeah, like show up. Like it's unbelievable that you're not willing to, and all of us here are waiting for that. That's all the country wants. That's all the youngsters want. And it's not a big ask. It's not a tough ask. So, yeah, please, we elected you. I mean, there's, as she said, over 1 lakh people here. Even then, if they can't move a muscle, even then I think it's sad. It's sad also because this country, we chose them over other people to run this country, which means you work for us. You not the other way. Not the other way. We don't work for you. You have to do stuff that the majority of the people in this country want. That is your job. That is your only job, and you're not doing it. Listen to the people. Basic stuff you can do is listen to us. I mean, come on. How difficult can it be? Yeah, very difficult. Yeah, it is very difficult. അതെ, നമുക്ക് വേണ്ടി പണിയെടുക്കാനുള്ളവന്മാരാണ്. അല്ലാതെ നമ്മളാണ് ബോസ്. പറഞ്ഞില്ലേ, നമ്മുടെ പൊതുജനം, നമ്മളെ ജനങ്ങളാണ് ബോസ്. നമുക്ക് വേണ്ടി പണിയെടുക്കാൻ പോയേക്കുന്നവന്മാരാണ് അവന്മാര് അല്ലേ. അമ്മരെ കൃത്യമായിട്ട് പണിയെടുക്കണം. പണിയെടുക്കുന്നില്ലെങ്കിൽ നീയൊക്കെ രാജിവെച്ച് പുറത്തു പോകണം. മനസ്സിലായില്ലേ? ഇനി ഇതിനകത്ത് പറയുന്ന സാധനമാണ് ഇവന്മാരുടെയൊക്കെ അടുത്തൊരു ഓപ്ഷൻ. ഇങ്ങനെ സംഭവിച്ചതിന് ഈ സ്വയം ജീവനിലുണ്ടാക്കിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ കുടുംബത്തിന് കൊടുക്കാമെന്ന്. വാവ്, സൂപ്പർ. അപ്പം നീയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രാജ്യം ഒരു തന്നെ തന്തയുടെ വകയല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? 47 അതിന് മുൻപേ കുറേ ബ്രിട്ടീഷുകാർ ഒരു 200 വർഷത്തോളം നമ്മളെ ഇങ്ങനെ അടിമകളെ പോലെ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു.
അടിമകളാക്കിയിട്ട് അവന്മാർ പിന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നമ്മുടെ പൂർവികന്മാർ സ്വാതന്ത്ര്യ സമരമൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന് നമ്മളൊരു റിപ്പബ്ലിക് കൺട്രി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നീയൊക്കെ വീണ്ടും എന്താണ് വേറൊരു വശം കുറേ ഷൂ നക്കികൾ വന്നിട്ട് ഇപ്പം അവന്മാരുടെയൊക്കെ ബ്രിട്ടീഷുകാരുടെ മാമ ഞങ്ങൾ ഷൂ നക്കി തരാവേ എന്ന് പറഞ്ഞമാർ ഇപ്പോൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് 1 കോടി രൂപ കൊടുക്കാമെന്നുള്ളത്. ഇനിയും സോനം വാങ്ചുക്കിൻ്റെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ മറ്റൊരു ക്രിയേറ്റർ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് കുറേ അണ്ടിമുക്ക് ശാഖയിലെ കുറേ മുതുവാണങ്ങൾ വന്നിട്ട് ഇട്ടേക്കുന്ന കുറച്ച് കമൻസും കാര്യങ്ങളുണ്ട്. അതിനൊരു പ്രതികരണമായിട്ട് അദ്ദേഹം ഇട്ടേക്കുന്ന വീഡിയോ ആണ്, നമുക്ക് കാണാം. ഒരു കാര്യം ഒരു തവണ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവന്മാർ സമ്മതിക്കുകയാണ്. ഇന്നലെ സോനം വാങ്ചുക്കിന് അദ്ദേഹം നടത്തുന്ന ആ ഉപവാസ സമരത്തിന് അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയിൽ വന്ന് തെറി വിളിച്ചത് മുഴുവനും സംഘികളാണ്. ഇത് അവനവൻ്റെ തലമുറ കൂടി മൂഞ്ചിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ്. ഈ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാര തകർച്ച എന്ന് ചിന്തിക്കാനുള്ള ബോധം ആ മന്ദിപ്പുകൾക്കില്ല. എന്നിട്ട് സോനം വാങ്ചുക്കിനെ ദേശദ്രോഹിയാണ്, അവൻ ലഡാക്കിന് വിഭജിക്കാൻ ശ്രമിച്ചവനാണ് എന്നൊക്കെയാണ് ഇവരുടെ ആ അണ്ടിമുക്ക് വാട്സാപ്പ് ശാഖയിൽ കൂടെ മുഴുവൻ പ്രചരിക്കുന്ന കഥ. അയാൾ ലഡാക്ക് വിഭജിക്കാൻ ശ്രമിച്ചോ? അയാൾ എന്താ സമരത്തിൽ ആവശ്യപ്പെട്ടത്? ലഡാക്ക് എന്ന് പറയുന്ന ഒരു ഹിമാലയൻ റീജിയൻ ആയിട്ടുള്ള വളരെ ഫ്രജൈലായിട്ടുള്ള ആ പ്രദേശത്തിന് ഭരണഘടനാപരമായ ആ പ്രൊട്ടക്ഷൻ, അത് ജിയോളജിക്കലി ആ പ്രൊട്ടക്ഷൻ ലഭിക്കണം, പ്രത്യേക ആ ഒരു ഭരണഘടനാപരമായ പരിഗണന കാര്യത്തിൽ ലഭിക്കണം മുതലായ കാര്യങ്ങൾക്കല്ലേ ഒരു എൻവയറമെന്റലിസ്റ്റ് എന്ന നിലയ്ക്ക് അയാൾ ഇവിടെ സമരം നടത്തിയത്. എന്നാ കാരണം അത് ഇവർക്ക് സൂചിക്കില്ല. കാരണം ഈ ഹിമാലയ ഉൾപ്പെടെ ഖനനത്തിന് നമ്മുടെ അണ്ണന്മാർക്ക് കടലാസ് കൊടുത്തിട്ടുണ്ടേ, മനസ്സിലായോ? അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവന്മാർക്കില്ല. ഇവർ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത്. എടോ എന്താണ് ഒരു രാജ്യദ്രോഹി എന്ന് പറയുന്നത്? എന്താ ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടം ജനതയാണ് അല്ലേ? ഒരുപക്ഷെ സാങ്കല്പികമോ അല്ലാത്തതായ ഒരു ടെറിട്ടറിയിൽ കാലങ്ങളായി രൂപപ്പെട്ടു വന്ന് ഒരുമിച്ച് ജീവിക്കുന്ന, ചിലപ്പോൾ അത് ഭാഷയുടെ അടിസ്ഥാനത്തിലാകാം, സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലാകാം, ചിലപ്പോൾ എന്തെങ്കിലും ഉയർന്നു വന്നൊരു നേതൃത്വം സ്ഥാപിച്ചതാകാം. അങ്ങനെ ഒരു കൂട്ടം ജനത ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു ദേശത്തിന് പറയുന്നതാണ് രാജ്യം എന്ന് പറയുന്നത് അല്ലേ? ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ? ഇനി ഒരു മനുഷ്യനും ഇല്ലാത്തൊരു പ്രദേശത്തെ നിങ്ങൾ രാജ്യം എന്ന് വിളിക്കൂ? ഇല്ല, മനുഷ്യരാണ്, ജനതയാണ് രാജ്യം. ആ ജനതയോട് ദ്രോഹം ചെയ്യുന്നവനാണോ രാജ്യദ്രോഹി? എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് മൂലയ്ക്ക് എവിടെയെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ ചിന്തയിൽ എന്നോടൊന്നും പറഞ്ഞു ബോധമിപ്പിക്കാൻ നടക്കുകയാണെന്നുള്ളത് എനിക്കറിയാം. കാരണം അങ്ങനെ ബോധമുള്ള ഒരുത്തൻ ഒരു ജനാധിപത്യ കാലഘട്ടത്തിൽ മതരാജ്യം വേണമെന്ന് ആലോചിക്കുമോ? അതിപ്പം പൊട്ടത്തരം വേറെ വല്ലതും ഉണ്ടോ? സ്വന്തം തലമുറ കൂടി പിന്നെ ആ മതമൗലികവാദത്തിന്റെ ആ കെട്ടുകളിൽ ചങ്ങലക്കകത്ത് കിടന്ന് എഴയേണ്ട വരുമെന്നെങ്കിലും ചിന്തിക്കാനുള്ള ബോധമുള്ളവൻ ഒരുത്തനെങ്കിലും ഒരു വർഗീയവാദപരമായ ഒരു മതരാഷ്ട്രപരമായ ഒരു രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുമോ? ആലോചിച്ച് നോക്ക്. അത്രയും ബോധം ഇല്ലാത്തത് കൊണ്ടാണ് അവരൊക്കെ അതായത്. എന്നാലും ഇന്നലെ ഒരുപാട് പേര് വന്ന് തെറി വിളിച്ചു. അതുകൊണ്ട് ഇത്രയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ആ മനുഷ്യനെ നിങ്ങൾ ദേശദ്രോഹി. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്തോട്ട് ഈ ഇന്ത്യയിലെ മിക്കവാറും ആളുകൾ എല്ലാവരും ചെന്നല്ലോ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് അല്ലേ? സംഘികൾ ഒഴികെ, BJP-ക്കാർ ഒഴികെ ബാക്കി എല്ലാവരും അഭിവാദ്യം പറഞ്ഞുകൊണ്ട് ചെന്നല്ലോ അല്ലേ? പിന്നെ ഇവിടുത്തെ ദേശീയ പ്രതിപക്ഷ നേതാവ് മൂപ്പര് പിന്നെ ഇവിടെ ഈ കുടുംബത്തെ എന്തെങ്കിലും വലിയൊരു വിഷയം നടക്കുമ്പോൾ പിന്നെ കാണുകയല്ല. ചില മക്കളുണ്ട് അങ്ങനെ, അങ്ങ് പോകും. അത് കഴിഞ്ഞ് ഇവിടുത്തെ വിഷയങ്ങളൊക്കെ തീർന്ന് എല്ലാം സമാധാനമായി കഴിയുമ്പോൾ വലിയ വായ്ത്താളം അടിക്കാൻ വരും. മൂപ്പരെ മാത്രം അവിടെ കണ്ടില്ല, ബാക്കി എല്ലാവരും തന്നെ ചെല്ലുന്നുണ്ടല്ലോ. അപ്പോൾ അവരെല്ലാം രാജ്യദ്രോഹികളാ? ഒരു വിമർശനം ഒരു ഭരണകൂടത്തിനെതിരെ ഉന്നയിച്ച ഒട്ടനക്ക് വെച്ച് കീറാണ് രാജ്യദ്രോഹം. എന്ത് രാജ്യദ്രോഹം? ആ ഒരു ഫാസിസത്തിന്റെ ഒരു പ്രത്യേക നമ്പറാണത്, ഭയപ്പെടുത്തുക. പിന്നെ രാജ്യദ്രോഹിയാക്കുക എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇത് അല്ലേ? അത് ഇവർക്ക് കുറെ നാളായി തുടങ്ങിയിട്ട്. അതിന് വിധേയപ്പെടാൻ പാടില്ല ഒരു ജനത. ആത്മാഭിമാനത്തോടെ പൗരബോധത്തോടെ ഒന്ന് സംസാരിക്കാൻ പറ്റണം. എൻ്റെ പൊന്നേട്ടാ, നമുക്കൊരു മങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കാം, പക്ഷെ ഒരിക്കലും ഒരു സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈ സോനം വാങ്ചുക് ആരാണെന്ന് അറിയാനെക്കൊണ്ട് എടാ നീയൊക്കെ ഈ അണ്ടിമുക്ക് ശാഖയുടെ നിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ വരുന്ന പോസ്റ്റുകളല്ലാതെ പുറത്തിറങ്ങി നിങ്ങളൊന്ന് ജസ്റ്റ് നിൻ്റെയൊക്കെ കയ്യിൽ മൊബൈൽ ഫോണില്ലേ, ചുമ്മാ ഒന്ന് നോക്കടാ. അങ്ങനെയെങ്കിലും നീയൊക്കെ ഒന്ന് മനസ്സിലാക്കടാ. മോദി മീഡിയാസ് ഫീഡ് ചെയ്തത് അവർ പോലും ഇതിനകത്ത് ആ ഒരു പ്രൊട്ടസ്റ്റിനകത്ത് ഇതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതൊന്ന് ആൾക്കാരോട് എത്തിക്കാനൊന്നും അവർ പോലും ശ്രമിക്കുന്നില്ല. അപ്പം നീയൊക്കെ ഒന്ന് അണ്ടിമുക്ക് ശാഖയിൽ വരുന്നല്ല, നീ ആകെ അല്ലതേ ഇൻസ്റ്റഗ്രാം നീയൊക്കെ സ്ക്രോൾ ചെയ്യുന്നില്ല, അതിനകത്തുനിന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി എടുക്കടാ. എന്തടാ ഇതൊക്കെ? ഉടനെ നമ്മൾ സംസാരിക്കുമ്പോൾ ആൻറ്റി നാഷണൽ ആക്കി മാറ്റാണ്. ഞാൻ പറയണത് നമുക്ക് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നമ്മുടെ രാജ്യം തിരിച്ചു വേണം. നമുക്ക് സ്വാതന്ത്ര്യം വേണം. ഈ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണം. നമ്മുടെ രാജ്യം തിരിച്ചു തരിക. ഇന്ത്യ എന്ന് പറയുന്ന എൻ്റെ രാജ്യം, നമ്മുടെ രാജ്യം അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് ഞാൻ. ഓക്കെ, ഇനിയും എൻ്റെ ഒരു കണക്കുകൂടെ പറയാനുണ്ട്. എൻ്റെ എന്നല്ല, ഞാൻ ഉൾപ്പെടുന്ന ഒരു ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഒരു കണക്കൂടെ ഒന്നുകൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 2021 ഇന്ത്യൻ ആർമി റാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് വെച്ച് നടന്നേക്കുന്ന ഇന്ത്യൻ ആർമി റാലിയിൽ പങ്കെടുത്തേക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഫിസിക്കലും മെഡിക്കലും എല്ലാം പാസ്സായിട്ട് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നീറ്റ് എക്സാം ഈ ആൾക്കാർ വിദ്യാർത്ഥികൾ പ്രിപ്പയർ ചെയ്തപോലെയൊക്കെ തന്നെ ഈ സ്വയം ജീവനിലുണ്ടാക്കിയിരിക്കുന്ന ആ വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ പറ്റും.
കാരണം ഞാൻ ഉൾപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങൾ പഠിക്കാൻ നിന്നേക്കുന്ന ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഉൾപ്പെടുന്ന ഒരു 10-20 സംതിങ്ങോളം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഷുവർ ഷോട്ടാണ് എന്തായാലും എക്സാം പാസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരു ക്ലാസ്സിൽ ഞാൻ ഒരു കോളേജിൽ പോലും ഞാൻ ഇത്ര ഇതായിട്ടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത്രത്തോളം ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു 1.5 വർഷത്തോളം ഞങ്ങളിരുന്ന് പഠിച്ചു. എക്സാം എന്തായാലും പാസ്സാവുന്ന ഉറപ്പുള്ള നമ്മുടെ ലൈഫ് സെറ്റായി ആ ഒരു രീതിയിലൊക്കെ തന്നെയായിരുന്നു നമ്മൾ വിചാരിച്ച കാര്യം. ജോലി, ആ സമയത്തേക്ക് സാലറി, ആ രീതിയിൽ വിചാരിച്ചാണ് പോയത്. പക്ഷെ എവിടേക്കോ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു രാജ്യസ്നേഹം കൂട്ടിയിട്ട് ഒരു ജോലിക്ക് അപ്പുറത്തേക്ക് ഈ പട്ടാളം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കാണുന്ന ആ ഒരു വാവ് സംഭവമല്ല, അതിനപ്പുറത്ത് കുറേ കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ പോകാനെ കൊണ്ട് നിന്നേക്കുന്ന ആൾക്കാരായിരുന്നു. ആ ഞങ്ങളുടെ എക്സാം ആദ്യത്തെ 1 മാസം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ എക്സാം ഉണ്ടെന്ന് പറഞ്ഞ് അത് മാറ്റി വെച്ചു. അങ്ങനെ മാറ്റി കൊണ്ടിട്ട് 1.5 വർഷമാണ് ഞങ്ങളുടെ എല്ലാ ജീവിതം ഇല്ലാണ്ടാക്കിയത്. ഇവന്മാരെല്ലാം കൂടെ 1.5 വർഷം. ഒന്ന് ആലോചിച്ച്, 1.5 വർഷം എന്ന് പറയുന്നത് 1-2 ദിവസത്തെ കാര്യമാണോ പറയുന്നത്? 1.5 വർഷമാണ് ഇവന്മാർ ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോകുന്നത് അതൊന്നും പറ്റിയില്ല. ഈ ഗവൺമെന്റിനെ വിശ്വസിച്ച് അല്ലെങ്കിൽ അതിന് പോകാൻ വേണ്ടിയിട്ട് അത്ര ഇതായിട്ട് നിന്നേക്കുന്ന ആൾക്കാരെ, ഞങ്ങൾ ഉൾപ്പെടുന്ന കുറേ ആൾക്കാരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു 1.5 വർഷം വരെ നശിപ്പിച്ചതാണ്. അതിനുശേഷം വീണ്ടും റീബിൽഡ് ചെയ്ത് വരാനെ കൊണ്ട് കാര്യം നമ്മുടെ കോളേജിലെ അവസാനത്തെ വർഷത്തിലെ കുറേ എക്സാം പോലും നമ്മൾ എഴുതാനായിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പോയി നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ പോയിരിക്കുന്നത്. എന്നിട്ട് ഇവന്മാരെ എന്തിനാണ് ക്യാൻസൽ ചെയ്ത് പറഞ്ഞത്? അഗ്നിപഥ് എന്ന് പറഞ്ഞ സ്കീം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്, കൂലിപ്പട്ടാളക്കാരാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അന്ന് നമ്മൾ ഇതിനെതിരെയൊക്കെ പ്രൊട്ടസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, തിരുവനന്തപുരത്തൊക്കെ ഉണ്ടായിരുന്ന ഇഷ്യൂസ് ഒക്കെ പലർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പല ആളുകളും ട്രെയിൻ വരെ കത്തിച്ച് അങ്ങനെ വലിയ ഇഷ്യൂസ് ആയിട്ട് പോയി. പിന്നെ ഒരു നാഷണൽ ഇഷ്യൂ ആയിട്ട് വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ ഒരു നീറ്റ് എക്സാമിന് ഇപ്പോൾ ഇത്രയും ആൾക്കാർ ഒത്തുകൂടിയ പോലെ അന്ന് ഇതിനെ ഇത്രയും ആളുകളൊന്നും ഒത്തുകൂടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇത്രത്തോളം എന്താ പറയുക എസ്റ്റാബ്ലിഷ് ആയിട്ട് അത്ര ഇതൊന്നും ആ ഒരു സമയത്തേക്ക് ഇത്രത്തോളം അന്ന് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് അന്ന് അത്രത്തോളം ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഒരു പ്രാവശ്യം ചിലപ്പോൾ അവർ വീണ്ടും ജയിച്ചെന്നുള്ള വരത്തില്ല. ഇനി ഇത് കഴിഞ്ഞിട്ടും ഇവർക്ക് വോട്ട് കുത്താൻ നിൽക്കുന്ന നോർത്ത് ഇന്ത്യയിലെ കുറേ മന്ദബുദ്ധികളുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനങ്ങളുണ്ട്. ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യമുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം വിജയ് ശ്രീനിവാസൻ റിലേറ്റഡ് ഇട്ടേക്കുന്ന വീഡിയോക്കകത്ത് നമ്മുടെ പൂക്കി മന്ത്രി ഉണ്ടല്ലോ, പൂക്കി ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പവർ കട്ടിൻ്റെ ഈ ഒരു സംഭവം പറഞ്ഞേക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മഴയില്ലാത്തതുകൊണ്ടാണോ? കഴിഞ്ഞ 10 വർഷം ഇവിടെ ഞാനൊരു പാർട്ടി ഇത് പറയുമ്പോൾ വേറൊരു സാധനമുണ്ട്. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു അംഗമാക്കി എന്ന് മാറ്റുകയാണ്. ഒരു പൊതുജനം എന്ന നിലയിൽ നമുക്ക് അഭിപ്രായമുണ്ട് അല്ലേ? ആ അഭിപ്രായം നമ്മൾ തുറന്നു പറയുമ്പോൾ എന്തിനാണ് ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് മറ്റേ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ പറയുകയാണെങ്കിൽ കോൺഗ്രസ് ആക്കും, കോൺഗ്രസിനെ പറയുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആക്കും, BJP പറയുകയാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നാക്കും. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു സ്വതന്ത്രനായിട്ടൊരു വ്യക്തിക്ക് ഈ രാജ്യത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഉടനെ ഏതെങ്കിലും പാർട്ടിയിലോട്ട് ചേർക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുന്ന സമയത്തേക്ക് ഈ പറയുന്ന പോലെ എല്ലാ ദിവസവും മഴയും വെയിലും ഈ പറയുന്ന എല്ലാ ദിവസവും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഈ പറഞ്ഞ പവർ കട്ട് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴല്ലേ ഇത് വന്നത്. എന്നിട്ട് ചിലർ പറയുന്നതാണ് അവരങ്ങോട്ട് കയറുതല്ലേ ഉള്ളൂ, പഠിച്ചു വരികയാണ് അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യാണ്. ഇത് എന്തോന്നുള്ളത് വല്ല കോർപ്പറേറ്റ് കമ്പനിക്ക് ജോലി കയറിയേക്കാണോ? 6 മാസത്തെ ട്രെയിനിങ് കൊടുത്തിട്ട് ഇവന്മാരെ പണിക്ക് കയറ്റാനെ കൊണ്ട് അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനിരിക്കാം മുഖ്യമന്ത്രിയായിട്ട്, എനിക്കൊരു 6 മാസം ട്രെയിനിങ് ഞാൻ കയറാം മുഖ്യമന്ത്രിയായിട്ട്. അങ്ങനെ എന്തുവാണ് ഇത്? പിന്നെ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ഇവന്മാർ ഈ പ്രതിപക്ഷത്തിരുന്ന് എന്നോ മൂഞ്ചാനാണ് പിന്നെ ഇരുന്നത്. എന്നിട്ട് വേറെ നമ്മുടെ ആരോഗ്യമന്ത്രി സൂപ്പർ ഒരുത്തൻ, അവനും രാജിവെക്കണം എന്നുള്ള എനിക്ക് പറയാനുള്ള പ്രായമൊന്നും നോക്കാനെ കൊണ്ട് എനിക്ക് സൗകര്യമില്ല. അവനെന്ന് തന്നെ വിളിക്കും. ഇട്ടേക്കുന്ന വീഡിയോസിൻ്റെ അടുത്ത് പറയുന്ന കാര്യമൊന്നും കേൾക്കാം. അതുകൊണ്ട് പവർ കട്ട് ഉണ്ടെങ്കിൽ പിന്നെ സർജറി നടത്താൻ അതിന് ശേഷം നടത്താം. പവർ കട്ട് 1/2 മണിക്കൂറിലേ ഉള്ളൂ. എടാ പോടെ ഇറക്കാം, പോയി വല്ല വാഴയ്ക്കും തടം എടുക്കാൻ നോക്കും. വല്ല രാജി വെച്ചിട്ട് നിന്നേക്കണ്ടല്ലോ. പറഞ്ഞു കേട്ടില്ല, സർജറി ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ അല്ല ഒരു പവർ കട്ട്, അത് കഴിഞ്ഞിട്ട് ചെയ്തോളാം മതി എന്ന്. ഇവനൊക്കെ ഏതാ ഇവനൊക്കെ ആരുടെ പിടിച്ച് വോട്ട് ചെയ്ത് കയറ്റി എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. ആദ്യം കുറെ കസേരകൾ കണ്ടിട്ടുണ്ടായിരുന്നു. രാജ്യത്തിന്റെ നമ്മുടെ മൊത്തത്തിലുള്ള പ്രശ്നം അങ്ങനെ പോകുന്നു, ഇവിടെ ഉള്ള പ്രശ്നം കണ്ട് ഇങ്ങനെ പോകുന്നു. കുറെ വിവരം കെട്ട വെളിവ് കെട്ട കുറെ എണ്ണങ്ങൾ കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞു. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഗവൺമെന്റിനെതിരെ പറഞ്ഞാൽ നിങ്ങൾ ആന്റി നാഷണൽ ആവും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കമന്റ് ഇടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോക്കകത്ത് കാണാം. അപ്പോൾ ശരി, ബൈ.